ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. ആദരണീയരായ സമസ്ത കേരള ജംഇയ്യത്തുൽ കേന്ദ്ര മുശാവർ അംഗം ചേരക്കാട് ഉസ്താദ് അവറുകളെ, ബഹുമാന്യരായ എന്റെ സഹപ്രവർത്തകരെ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ സന്നദ്ധ ഭടന്മാരെ, സുഹൃത്തുക്കളെ, ശംസുൽ ഉലമയുടെ ലോകം എന്ന ഈ സെമിനാറിൽ നവീനതയ്ക്കെതിരെ മഹാനവറുകൾ സ്വീകരിച്ച സമീപനമാണ് ചർച്ച ചെയ്യുന്നത്. സമയത്തിന്റെ പരിമിതിയും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീക്ഷ്ണമായ ചൂടും മനസ്സിലാക്കുന്നുണ്ട്. 15 മിനിറ്റ് മാത്രമാണ് ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. മഹാനായ ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് ആദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രകടമായി നിൽക്കുന്ന സവിശേഷമായ ഒരു ഘടകമാണെന്ന കാര്യം നമുക്കൊക്കെ അറിയാം. കേരളത്തിലുടനീളം ചരിത്രത്തിൽ കഴിഞ്ഞുപോയ സുന്നി മുജാഹിദ് സംവാദങ്ങളിൽ ശ്രദ്ധേയമായ നേതൃത്വം കൊടുത്ത മഹാനായിരുന്നു മഹാനവറുകൾ. ഇന്ന് കേരളത്തിൽ ആദർശരംഗത്ത് പോരാട്ടം നടത്തുന്ന സുന്നി വിഭാഗത്തിലെ സമസ്തയിൽ മാത്രമല്ല, അത് കാന്തപുരം വിഭാഗത്തിലായിരുന്നാലും സംസ്ഥാന കേരള ജംഇയ്യത്തുലമയിലായിരുന്നാലും ആദർശരംഗത്ത് പോരാട്ടം നടത്തുന്ന ഏതൊക്കെ പണ്ഡിതന്മാരും നായകന്മാരുമുണ്ടോ അവരുടെയൊക്കെ ആദർശ വിജ്ഞാനത്തിന്റെ കേന്ദ്രം എത്തി നിൽക്കുന്നത് വന്യരായ ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവറുകളിലാണെന്ന് കൃത്യമായി പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. നവീനവാദം എന്ന് പറയുമ്പോൾ സുന്നത്ത് ജമാഅത്തിന് എതിരെയുള്ള വാദം മാർഗം എന്നാണ്. സുന്നത്ത് ജമാഅത്തിനെതിരെയുള്ള മാർഗം അതാണ് ബിദ്അത്ത്. എന്താണ് ബിദ്അത്ത് അല്ലെങ്കിൽ എന്താണ് നവീനവാദം? ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്ക് കടമെടുത്താൽ, ഇഹ്ദാസു അംറിൻ യുഖാലിഫു കിതാബൻ ഔ സുന്ന ഔ അസറൻ ഔ ഇജ്മാഅൻ ഫഹാദിഹി ബിദ്അത്തു വലാൽ. മൗലികമായ ഖുർആനിനോടോ സുന്നത്തിനോടോ അസറിനോടോ ഇജ്മാഇനോടോ എതിരായ വിധം പിൽക്കാലത്തുണ്ടാക്കുന്ന പുതിയ ചിന്തകൾ, ഇതാണ് ബിദ്അത്ത്. വഹാബി പ്രസ്ഥാനം അതിന്റെ ഭാഗമാണ്. ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ഭാഗമാണ്. തബ്ലീഗ് ജമാഅത്ത് അതിന്റെ ഭാഗമാണ്. തുടർന്നും കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ട എല്ലാ ബിദ്അഈ ചിന്തകളും പ്രകടമായി നമുക്കറിയാം. ഇത്തരം ചിന്തകളെ, ആശയങ്ങളെ, നവീനവാദങ്ങളെ അതിവിദഗ്ധമായി തന്റെ കഴിവ് കൊണ്ട്, പാണ്ഡിത്യം കൊണ്ട്, ബുദ്ധിശക്തി കൊണ്ട് അതിന്റെയൊക്കെ മുനയൊടിച്ചത് മഹാനായ ശംസുൽ ഉലമ ഇ കെ ഉസ്താദായിരുന്നു. ശംസുൽ ഉലമ നമുക്കിടയിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പക്ഷേ ചരിത്രപരമായി കാര്യങ്ങൾ വിശകലനം ചെയ്താൽ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം എത്തി നിൽക്കുന്ന പ്രതിസന്ധിയുടെ അടിസ്ഥാനപരമായ ഘടകം ശംസുൽ ഉലമ ഉയർത്തിയ ചോദ്യമായിരുന്നു എന്ന് ചരിത്ര വിദ്യാർത്ഥികൾ കണ്ടെത്താൻ സാധിക്കും. 1983 കൊട്ടപ്പുറം സുന്നി മുജാഹിദ് സംവാദം അരങ്ങേറുകയുണ്ടായി. കൊട്ടപ്പുറം സംവാദത്തിൽ സുന്നി പക്ഷത്തെ നയിച്ചിരുന്നത് അഭിമന്യനായ മർഹൂം നാട്ടിക മൂസ മുസ്ലിയാർ അവറുകളും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായിരുന്നു. അന്ന് അദ്ദേഹം സമസ്തയുടെ ഭാഗമായിരുന്നു.
ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെ എന്ന് കൃത്യമായ ഗൈഡൻസ് നൽകിയത്, അവിടെ ചോദിക്കേണ്ട അടിസ്ഥാനപരമായ ചോദ്യം എങ്ങനെ ചോദിക്കണം, എവിടെ ഉറച്ചു നിൽക്കണമെന്ന് കൃത്യമായ മാർഗദർശനം നൽകിയത് അതൊരു മണിക്കൂർ കൊണ്ടല്ല, ഒരു ദിവസം കൊണ്ടല്ല, ഒരു 2 ദിവസം കൊണ്ടല്ല, ദിവസങ്ങളോളം നന്ദി ദാറുസ്സലാമിൽ ശംസുലമയുടെ അടുക്കൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പഠിച്ചെടുത്ത ആശയം അതേപടി തന്റെ വാഗ്വിലാസം കൊണ്ട് കാന്തപുരം കൊട്ടപ്പുറത്ത് അവതരിപ്പിക്കുകയായിരുന്നുവെന്ന് ഇന്നും ജീവിച്ചിരിക്കുന്ന ദൃക്സാക്ഷികൾക്കറിയാം. അന്നവിടെ ഉന്നയിച്ചൊരു ചോദ്യം, എന്താണ് ശിർക്കിന്റെ നിർവചനം, എന്താണ് തൗഹീദ്, എന്താണ് ഇബാദത്ത്? ഈ ചോദ്യത്തിന് സംവാദം തീരുന്നതുവരെ കൃത്യമായ മറുപടി പറയാൻ മുജാഹിദ് പ്രസ്ഥാനത്തെ നയിച്ചിരുന്ന AP അബ്ദുൽ ഖാദർ മൗലവിക്ക് സാധിച്ചില്ല. മുസ്ലിങ്ങൾ സുന്നികൾ ചെയ്യുന്ന ഷിർക്കാണ് എന്ന് സ്ഥാപിക്കാൻ ഒരു 100 കണക്കിന് ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുന്ന ഈ വിഭാഗത്തിന് എന്താണ് ഷിർക്ക് പറ, ആ ഷിർക്കിന്റെ നിർവചനം പറയൂ, ഷിർക്കിന്റെ ഡെഫിനിഷൻ പറയട്ടെ, അപ്പോഴറിയാം ഇത് ഷിർക്കാണോ അല്ലെ പറയൂ എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഷിർക്കിന്റെ നിർവചനം പറയാൻ സാധിക്കാതെയാണ് ആ സംവാദം അവസാനിച്ചത്. അതേ പ്രശ്നത്തിന്റെ പേരിലാണ് അന്ന് ശംസുൽ ഉലമ ഉന്നയിച്ച ഈ അടിസ്ഥാനപരമായ ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണ് ഇന്നും മുജാഹിദ് പ്രസ്ഥാനം പിളർന്ന് കഷ്ണങ്ങളായി ചിന്നിച്ചിതറമായി ശിഥിലമായി കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം ഒരു ഭക്ഷണത്തലിക മേശപ്പുറത്ത് വെച്ചിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ ഒരു ഗ്ലാസ് താഴെ വീണ് ഉടഞ്ഞു സങ്കല്പിക്കും. അത് ചിന്നിച്ചവർ ചെറിയ കഷ്ണങ്ങളാവും, വലിയ കഷ്ണം ഉണ്ടാവും. നമ്മൾ എന്തു ചെയ്യും? അതിനെ കൂട്ടിയോജിപ്പിക്കാൻ ആരും ശ്രമിക്കാറില്ല. ഉടനെ ചൂലും മുറവും കൊണ്ടുവന്ന് അടിച്ചുകൂട്ടി അത് മുറത്തിലാക്കി നമ്മൾ വേസ്റ്റിൽ കൊണ്ടുപോയിടും, വേസ്റ്റ് കുഴി. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അക്ഷരാർത്ഥത്തിൽ ഇന്ന് വേസ്റ്റ് കുഴിയിലിടേണ്ട വിധം ഇത്രമാത്രം ചിന്നപ്പായി കിടക്കുന്നതിൽ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് ശിർക്ക്, എന്താണ് ഇബാദത്ത്, അന്ന് ശംസുൽ ഉലമ ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി നൽകുമ്പോഴാണ് അവർ പിളരുന്നത്. ജിന്നും പിശാച്ചും മലക്കും അവർ നൽകുന്ന സഹായം അഭൗതികമാണോ അല്ലേ? ആണെന്നൊരു വിഭാഗം, അപ്പൊ ശിർക്കിന്റെ നിർവചനം മാറും. അല്ലെന്ന് മറ്റൊരു വിഭാഗം, അപ്പൊ ശിർക്കിന്റെ നിർവചനം വീണ്ടും മാറും. ഈ അടിസ്ഥാനപരമായ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന കൂട്ടത്തിലാണ് ഇന്ന് 2ഉം 3ഉം 4ഉം എണ്ണമില്ലാത്ത പിളർപ്പിന്റെ കഷ്ണങ്ങളായി ഇവർ ചിതറിക്കൊണ്ടിരിക്കുന്നത്. ശംസുൽ ഉലമയുടെ ഒരു ചോദ്യം ബുദ്ധിപരമായാണ് ശംസുൽ ഉലമ ബിദഅ പ്രസ്ഥാനത്തെ നേരിട്ടത്. ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ നേരിട്ട് കേട്ടിട്ടുണ്ട്. 1956 ഏപ്രിൽ 16 നടക്കാവ് വെച്ച ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സംവാദം. ആ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സംവാദത്തിൽ അത് വലിയ ജനാവലിയെ സംഘടിപ്പിച്ചല്ല. മുക്കമ്പി വീരാൻകുട്ടി ഹാജിയുടെ നിർദ്ദേശപ്രകാരം ഇരു കക്ഷികളും തമ്മിൽ ജമാഅത്തിനെ കുറിച്ചൊരു ചർച്ച നടത്തട്ടെ എന്ന് പറഞ്ഞ് ഇന്നും ജീവിച്ചിരിക്കുന്ന പരീക്കുട്ടി ഹാജിന്റെ വസതിയിൽ വെച്ച് ഇരുപക്ഷം പണ്ഡിതന്മാർ പങ്കെടുത്തു. സുന്നിപക്ഷത്തെ പ്രതിനിധീകരിച്ച് പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, മർഹൂം വാണിയമ്പലം പി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മഹാനായ മർഹൂം KV കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ, അഭിവന്ദനായ ശംസുൽ ഉലമ EK ഉസ്താദ് ഖദ്ദസല്ലാഹു അസ്റാറഹും, അവരുടെയൊക്കെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ, അവരൊക്കെയാണ് നേതൃത്വം കൊടുത്തത്. അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവി തന്റെ അനുഭവം പറയുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത പണ്ഡിതന്മാരെ കൂട്ടത്തിലൊന്ന് അദ്ദേഹമാണ്. അദ്ദേഹം അനുഭവം പങ്കുവെക്കുന്നു. സംവാദത്തിന് തുടക്കം കുറിക്കുന്ന ഘട്ടത്തിൽ ശംസുൽ ഉലമ ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ആ പാർട്ടിയിൽ ഒരാൾ മെമ്പറായി ചേരുമ്പോൾ കലിമത്തു ഷഹാദത്ത് ഉച്ചരിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ, ഇതൊരു കാഫിറായ മനുഷ്യൻ ദീനിൽ ചേരുമ്പോഴുള്ള കലിമയാണോ, ഷഹാദത്ത് കലിമയാണോ, അതല്ലെങ്കിൽ ഒരു മുസ്ലിം കലിമ പുതുക്കുന്ന കലിമയാണോ? എന്താണ് അതിന്റെ ഉത്തരം? അവർ പറഞ്ഞു, ഞങ്ങളെല്ലാവരും മുസ്ലിങ്ങളായി കാണുന്ന പാർട്ടിയാണ്, അത് ഈമാൻ പുതുക്കുന്ന ഒരു കലിമയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഘട്ടത്തിൽ മഹാനായ ശംസുൽ ഉലമ EK ഉസ്താദ് തന്റെ ബാഗ് തുറന്നുകൊണ്ടൊരു പുസ്തകമെടുത്തു, റൂദാദെ ജമാഅത്തെ ഇസ്ലാമി. ഇന്ന് ആ പുസ്തകം
മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. IPSC പ്രസിദ്ധീകരിച്ചു. അന്ന് ഉറുദു പുസ്തകമാണ്. മഹാനായ ശംസുലമ പറഞ്ഞു, ഈ പുസ്തകം കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയിൽ ചേരാത്ത മുഴുവൻ ആളുകളും ജൂതന്മാരാണ്, യഹൂദികളാണ് എന്ന് നിങ്ങളൊരു പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? മധ്യസ്ഥന്മാരായ ഉമറാക്കൾ അത്ഭുതപ്പെട്ടു. ജമാഅത്തുകാരല്ലാത്ത മുഴുവൻ ആളുകളും യഹൂദികളോ? അങ്ങനെ ജമാഅത്ത് പറയുമോ? ഇല്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറയില്ല, ഞങ്ങൾ എല്ലാ മുസ്ലിം സംഘടനയെ അംഗീകരിക്കുന്നവരാണെന്ന് പറഞ്ഞു. ഈ ഘട്ടത്തിൽ മഹാനായ ശംസുലമ ഉസ്താദ് തന്റെ ബാഗിൽ നിന്ന് ഉറുദു ഭാഷയുള്ള റൂദാതെ ജമാഅത്തെ ഇസ്ലാമി എന്ന പുസ്തകം എടുത്തുകൊണ്ട് അതിന്റെ ഉറുദു വാചകം വായിച്ചു കേൾപ്പിക്കുന്നു. ഇന്ന് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിന്റെ പേജ് നമ്പർ 78 അവർ തന്നെ ഇക്കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഉറുദു ഭാഷയോടുകൂടി കൃത്യമായി മഹാനവർ മുമ്പിൽ വായിച്ചു കേൾപ്പിക്കുന്നു. എന്താണ് വായിച്ചു കേൾപ്പിച്ച വാചകം? ശംസുലമെന്ന് വായിച്ചത് അബുൽ സാഹിബ് പറയുന്നു, സത്യം തനതായ രൂപത്തിൽ മായമില്ലാതെ സമർപ്പിക്കപ്പെടുകയും മുസ്ലിങ്ങളെന്ന് അവകാശപ്പെടുന്നവർ അതിലേക്ക് ബോധനം ചെയ്യപ്പെടുകയും ചെയ്താൽ അതിനൊപ്പം നിൽക്കുകയും ആ സേവനം നിർവഹിക്കാനായി തയ്യാറാവുകയും ചെയ്യേണ്ടി വരും. അതായത് സത്യം എന്ന ജമാഅത്തെ ഇസ്ലാമി വിഭാവനം ചെയ്ത സത്യം പ്രകടമായി കഴിഞ്ഞാൽ മുസ്ലിങ്ങളെന്ന അവകാശവാദം ഉന്നയിക്കുന്ന ലോകത്തെ മുസ്ലിങ്ങളൊക്കെ ഈ ജമാഅത്തിന്റെ ലൈനിലേക്ക് വരേണ്ടി വരും. അല്ലെങ്കിൽ മുമ്പ് യഹൂദികൾ സ്വീകരിച്ച മാർഗം സ്വീകരിക്കേണ്ടി വരും. മൂന്നാമതൊരു മാർഗം അവിടെ മുന്നിലില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകൻ അബുൽ ആല മൗദൂദി എഴുതി വെച്ചത്. ഒന്നുകിൽ ജമാഅത്തെ ഇസ്ലാമി, അല്ലെങ്കിൽ യഹൂദി. ഈ പുസ്തകം വായിച്ചു കൊടുത്തപ്പോൾ KC അബ്ദുള്ള മൗലവി മറുഭാഗത്തുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നായകൻ ആ കിതാബ് നോക്കട്ടെ എന്ന് പറഞ്ഞു. ശംസുലമ കിതാബ് ഇങ്ങനെ മുന്നിലേക്ക് എറിഞ്ഞത് കൊടുത്തു. അദ്ദേഹം എടുത്ത പേജുകൾ മറിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചല്ല പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി വിഭാവനം ചെയ്യുന്ന ഒരു ഇസ്ലാമിക ഭരണകൂടം നിലവിൽ വന്നാൽ ആ ഭരണകൂടത്തോട് സഹകരിക്കാതെ മാറി നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് യഹൂദി എന്ന് പറയുന്നത് പറഞ്ഞു. അപ്പൊ ശംസുലമ പറഞ്ഞു, അപ്പൊ ഇപ്പൊ ഞങ്ങൾ യഹൂദിയായിട്ടില്ല, വരാൻ പോകുന്ന കാലത്ത് യഹൂദിയാകും എന്നാണ് പറയുന്നത്. എത്ര കൊല്ലം പിടിക്കും ഞങ്ങൾ യഹൂദികളാകാൻ ചോദിച്ചതോടുകൂടി സദസ്സടങ്ങി പ്രശ്നമായി. ജമാഅത്തുകാരെ മധ്യസ്ഥന്മാർ പോലും തൽക്കാലം നിങ്ങൾ പോയിക്കോ, നിങ്ങൾ ശരിയാവില്ലെന്ന് ആ സംവാദം അവസാനിപ്പിക്കും. അതാണ് ശംസുലമ തന്റെ ബുദ്ധിവൈഭവം കൊണ്ട് ബിദഅത്തിനെതിരെ ശക്തമായി പോരാട്ടം നടത്തിയ തേരാളി. അദ്ദേഹം ദീന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും ആരോടും പോയിട്ടില്ല. നമ്മൾ ആഗ്രഹിക്കുകയായിരുന്നു ഇന്ന് ശംസുലമ ഉണ്ടായിരുന്നെങ്കിൽ. ചില ആളുകൾ വിശുദ്ധ ഇസ്ലാമിക ശരീഅത്തിനെതിരെ നിർഭയം പ്രതികരിച്ചുകൊണ്ട് പച്ചയായി മുന്നോട്ട് പോകുന്ന ദുഃഖകരമായ സാഹചര്യം. വ്യക്തിജീവിതത്തിൽ ശരീഅത്തിനെതിരെ എന്തും ചെയ്യട്ടെ, അത് അവനും പടച്ചറപ്പും മാത്രമായിരിക്കും. ഒരാൾ സ്വകാര്യമായി വ്യഭിചരിച്ചു, ഒരാൾ സ്വകാര്യമായി മദ്യപിച്ചു, ഒരാൾ സ്വകാര്യമായി വലിയ ഗുരുതരമായ തെറ്റ് ചെയ്തു, അത് അവനും റബ്ബ് മാത്രം അറിയും. പക്ഷെ നേതൃസ്ഥാനത്ത് അലങ്കരിക്കുന്ന ആളുകൾ പരസ്യമായി ഇസ്ലാമിക ശരീഅത്തിനെതിരായ നിയമങ്ങൾ അതാണ് യഥാർത്ഥമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥാവിശേഷം എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ദീൻ അനുവദിക്കുന്ന അംഗീകരിക്കുന്ന ശംസുലമയുടെ മാർഗം അംഗീകരിക്കുന്ന ഒരു പ്രവർത്തകൻ അംഗീകരിക്കാൻ കഴിയില്ല. ചില ആളുകൾ പറയുകയാണ്, ഇവിടെ ഫർദ വിവാദമുണ്ടായി. MESന്റെ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു, മുസ്ലിം സ്ത്രീകൾ ഫർദ ധരിക്കരുത് എന്ന എന്റെ അഭിപ്രായം. പിന്നെ സമസ്ത ഇടപെട്ടു, സുപ്രഭാതം ഇടപെട്ടു, അദ്ദേഹം തിരുത്താൻ നിർബന്ധിതനായി. ഫർദ ധരിച്ചാൽ ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കൂല. സൂര്യപ്രകാശം ഏൽക്കാതിരുന്നാൽ വൈറ്റമിൻ D നഷ്ടപ്പെടും. അപ്പൊ സ്ത്രീകൾക്ക് ആരോഗ്യമുണ്ടായ സ്കിന്നിന് രോഗം വരാതിരിക്കണമെന്ന് എന്തായിരുന്നാലും ഫർദ ഒഴിവാക്കണം. അയാൾക്കത് പറയാം, അയാൾക്കൊരു സമുദായ സംഘടന കടപ്പാടില്ലാത്ത MESന്റെ അധ്യക്ഷനാണ്. പക്ഷേ ചില ആളുകൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഫർദയോട് വ്യക്തിപരമായി ഞാനും യോജിക്കുന്നില്ല എന്ന് മാത്രമല്ല, MSFൽ ഫർദ അടിച്ചേൽപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അവരെ ഞാൻ നേരിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നേതൃസ്ഥാനം അലങ്കരിക്കുന്ന ചില ആളുകൾ പ്രസ്താവനയുമായി അതിന് പച്ചക്കൊടി കാണിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. ഡൽഹിയിൽ ഒരു സ്ത്രീ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ടപ്പോൾ രാജ്യത്ത് മൊത്തം ചർച്ച ചെയ്യപ്പെട്ടു. ആ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് നടന്ന ഓഡിറ്റോറിയത്തിൽ MES സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിക്കുകയാണ്. പെൺകുട്ടികൾ നമ്മുടെ രാജ്യത്ത് ബലാത്സംഗം ചെയ്യപ്പെടാൻ കാരണം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്തതാണ് പ്രശ്നം. പാശ്ചാത്യ രാജ്യങ്ങളിൽ മുസ്ലിം സ്ത്രീകൾ അല്ലെങ്കിൽ മറ്റു സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നില്ലല്ലോ.
കാരണം അവിടെ ഫ്രീഡമാണ്, സ്വാതന്ത്ര്യമാണ്. ഇവിടെ സ്ത്രീകൾക്ക് നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്റെ അഭിപ്രായം പറഞ്ഞാൽ ബലാത്സംഗ ശ്രമങ്ങൾ തട്ടിക്കൊണ്ടുപോകുന്ന ഒഴിവാക്കാൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വാതന്ത്ര്യം കൊടുക്കണം. സ്കൂൾ ക്ലാസ് റൂമുകളിലും കോളേജ് ക്ലാസ് റൂമുകളിലും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരിക്കട്ടെ എന്ന് മാത്രമല്ല, എന്തിനാണ് നമ്മൾ അറച്ചു നിൽക്കുന്നത്? JNU പോലുള്ള ഡൽഹിയിലുള്ള സർവകലാശാലകളിൽ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ തങ്ങാനും താമസിക്കാനും പോലും സൗകര്യം നൽകുന്നുണ്ട്. ഈ തരത്തിൽ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ബലാത്സംഗ ശ്രമം തടയണമെന്നാണ് എന്റെ അഭിപ്രായമെന്ന് നേതൃസ്ഥാനമിരിക്കുന്ന ചില ആളുകൾ പച്ചയായി പറയുന്നു, വാർത്തയിൽ വരുന്നു. കേവലം 2 ദിവസം മാത്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്യാമ്പ് നടക്കുമ്പോൾ ഇസ്ലാമിക നിയമത്തിന്റെ ഒരു കൗലിന്റെ പിൻബലബോധമില്ലാതെ ആദരണീയനായ ചെറുശ്ശേരി ഉസ്താദ് ഉൾപ്പെടെയുള്ള പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ ആളുകൾ ഇടപെട്ടിട്ട് പോലും അവരൊക്കെ മറികടന്നുകൊണ്ട് അവർക്ക് വേണ്ടി ഇസ്ലാമില്ലാത്ത ജുമാ സംഘടിപ്പിക്കുന്നു. വിശുദ്ധ റബീഉൽ അവ്വൽ 12 സുബ്ഹിന്റെ തൊട്ടുമുമ്പ് മുസ്ലിം സമൂഹത്തിന്റെ കരടിന്റെ കഷ്ണമായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജനിച്ച സമയത്ത് തങ്ങളോടുള്ള സ്നേഹാധിക്യത്താൽ ആ സമയത്ത് എഴുന്നേറ്റ് പള്ളിയിൽ വെച്ച് പ്രവാചകത്തിനുള്ള കീർത്തനങ്ങളും മൗലിദുകളും പാരായണം ചെയ്യുന്ന ആളുകളുടെ ശബ്ദം തനിക്ക് അരോചകമായി തോന്നുന്നു എന്ന് പ്രസ്താവന ഉറപ്പിക്കുന്നു. ഇത്തരം അഭിനവ ശരീഅത്ത് വിരോധികളെ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അത്തരം ആളുകളെ നിലക്ക് നിർത്തേണ്ട സമയത്ത് നിലക്ക് നിർത്താൻ സുന്നി മക്കൾക്ക് സാധിക്കുമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത്തരം ആളുകൾ കോംപ്രമൈസ് ഇല്ല. അത്തരം ആളുകൾ ഏത് സംഘടനയുടെ നേതൃസ്ഥാനത്ത് അലങ്കരിക്കുകയാണെങ്കിലും അത്തരം ആളുകളെ മുന്നോട്ട് പോകാൻ ശംസുലയുടെ മക്കൾ അനുവദിക്കുന്നില്ല എന്ന് സാന്ദർഭികമായി ഈ ഘട്ടത്തിൽ ഞാൻ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വരാൻ കൊടുക്കുന്നു. സത്യം അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.